ഇന്ന് ഒരു അടിപൊളി വർക്ക് കേട്ടോ. ഇന്നൊരു ഡിസൈൻ വർക്കാണ്. നമ്മളങ്ങനെ എപ്പോഴും കാണാത്തൊരു വർക്കാണ് ഇത്. ഞങ്ങളുടെ നാട്ടിൽ രാമനാട്ടിലേക്ക് എടുത്ത് ഐക്യരപ്പിടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പ്രകാശ് ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പോൾ പ്രകാശ് ചേട്ടൻ്റെ വർക്കാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഇത് കിണറിൻ്റെ പൂക്കട്ട അല്ലേ? പൂക്കട്ട. ഇത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു വർക്ക് ഇതുപോലെ നടക്കുന്ന സമയത്ത് കാണാൻ പറ്റിയതിൽ കാണിച്ചു തരാൻ പറ്റിയത് അതുകൊണ്ടാണ് ഈ ഇത് കാണിച്ചു തരാൻ കാരണം കേട്ടോ. ഇതിപ്പോൾ വർക്ക് ഇവിടെ നടന്നുകൊണ്ട് അവസാന ഘട്ടത്തിലല്ലേ? ഇനി ഇനി ഇവിടെ കുറച്ചും കൂടി പണിയുള്ളൂ അല്ലേ? കുറച്ച് ഫീല് ആക്കാനുള്ള ചെറിയ വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ. ഇന്നലെ കഴിഞ്ഞതാണ് ശരിക്കും അല്ലേ? നല്ല മഴ പെയ്തു അല്ലേ? മഴ പെയ്തപ്പോൾ കുറച്ചും കൂടി ഒക്കെ ബാക്കിയുണ്ട്. അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാണ്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു മീഡിയം സൈസ് കിണറാണ് അല്ലേ? അത്യാവശ്യം മണ്ണുള്ള ആഴം കുറവാണ്. അതിൻ്റെ ഉൾഭാഗമൊക്കെ ഉണ്ടല്ലോ ഈ ഒരു ലെവലിലാണ് വരുന്നത്. അടിപൊളിയായിട്ടുണ്ട്. ഇത് ഫുള്ള് സിമെന്റ് കോൺക്രീറ്റ് ഒക്കെ അല്ലേ? ഇതൊക്കെ കോൺക്രീറ്റാ? ഇതിൽ എങ്ങനെ കമ്പി റിംഗ് ഒക്കെ ഉണ്ട്? നല്ല സ്ട്രോങ് ആവും റിംഗ് വെച്ചിട്ട് നല്ല സ്ട്രോങ് ആക്കി തന്നെ കോൺക്രീറ്റ് ചെയ്തല്ലേ? ഇതിപ്പോൾ ഒരു സംശയം ചോദിക്കാനുള്ള എന്താ പറയുക, ഇതിന്റെ ഉറപ്പ് എങ്ങനെയാണ്? ഇതിലിപ്പോൾ പിന്നീട് കയറട്ടേക്ക് ഇറങ്ങുമ്പോൾ നല്ല സ്ട്രോങ് അല്ലേ? അതിൽ കോൺക്രീറ്റ് ഒക്കെ റിംഗിൽ തന്നെ റിംഗ് വെച്ചിട്ട് പിന്നെ ഉപ്പൊക്കെ റിംഗിൽ തന്നെ കുടുക്കിയിട്ട് പിന്നെ ഇത് വെൽഡിങ് കൂടിയാണ്. വെൽഡിങ്ങിന്റെ പ്രത്യേക കെട്ടിപ്പോണ്ട് കെട്ടിയല്ലേ? കിട്ടുകയല്ല. ഈ ഇവിടെ ജോയിന്റ് വരുന്നിടത്തൊക്കെ വെൽഡിങ് ചെയ്തിട്ട് അതിന് ശരിക്കും അതിന്റെ സ്ട്രോങ് കോൺക്രീറ്റ് ഇട്ടല്ലേ? അപ്പോൾ അടിപൊളി. ഇതും കോൺക്രീറ്റാ? ഇത് നമ്മൾ ബോർഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്തല്ലേ? ബോർഡ് വർക്ക് ചെയ്തിട്ട് തേച്ചിട്ട് ഇതുപോലെ കട്ടി കുറച്ച് പണി എടുത്തിട്ടുണ്ടാവില്ലേ? ഒരു മാസത്തെ പണിയൊക്കെ വരില്ലേ? ഏകദേശം ഒരു മാസത്തിന്. നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും പല ലെവലിലുള്ള വർക്കേഴ്സ് ഉണ്ട്. ഓരോരുത്തരും ഓരോ മേഖലയിലാണ് കഴിവ് തെളിയിക്കുന്നത്. കല്ലിൽ കഴിവ് തെളിയിച്ച ആൾക്കാരുണ്ട്, കരിങ്കല്ലിൽ തെളിയിച്ച ആൾക്കാരുണ്ട്, ഇത് സിമെന്റിൽ കഴിവ് തെളിയിച്ച ആൾക്കാരാണ്. നിങ്ങൾ ആദ്യം എത്ര കാലമായി ഈ ഒരു ഇതിൽ മേഖല? ഒരുപാടായി അല്ലേ? പബ്ലിസിറ്റി ആദ്യം മുതലേ ഇത് തന്നെയാണോ? ആദ്യം എന്തായിരുന്നു വർക്ക്? തേപ്പ് പണി എടുക്കും. അതിന്റെ കൂടെ തന്നെ കലാപരമായിട്ടുള്ള അങ്ങനത്തെ സിമെന്റ് വർക്കുകളൊക്കെ ചെയ്യും. പിന്നെ ഇതിന്റെ ഡ്രോയിങ്ങുകൾ ചെയ്യൂലേ? പേപ്പറിൽ ഡ്രോയിങ് ഒക്കെ ചെയ്യൂലേ? പിന്നെ സിമെന്റിൽ തന്നെ ഇങ്ങനെ കൊത്തുപണി പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതിപ്പോൾ ഏകദേശം എത്ര ചെലവ് വരും ഇങ്ങനത്തെ ഉണ്ടാക്കാൻ? ചെലവ് കൂലി തന്നെ ഒരു 45 രൂപ ഒക്കെ വരും അല്ലേ? നിങ്ങളിതൊരു കൂലിപ്പണിയായിട്ട് നിങ്ങൾ കരാറായിട്ടാണെങ്കിലും ഒരു 10-50 രൂപ ചോടൊക്കെ ആയിട്ട് വരും അല്ലേ? അപ്പോൾ ആ രീതിയിൽ ഇപ്പം നിങ്ങൾ പല വർക്കും ചെയ്യൂലേ? ഇത് മാത്രമല്ലല്ലോ, കലാപരമായിട്ട് സിമെന്റിൽ വർക്ക് അതൊക്കെ ചെയ്യൂലേ? എവിടെ വേണമെങ്കിലും പോയി ചെയ്യും. നമ്മളെ വീഡിയോ കണ്ടങ്ങനെ ഓരോരുത്തരും വിളിക്കും, ചെയ്ത് കൊടുക്കൂല്ലേ? ഞങ്ങൾ ഈ കൂലിപ്പണിയായിട്ടും ചെയ്യും, കരാർ രീതിയിലാണെങ്കിൽ അങ്ങനെ ചെയ്യും. ഇവിടെ തന്നെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ഈ ഒരു കിണറിൻ്റെ താണ് തുടങ്ങിയത്. ഇനിയിപ്പോൾ ഒരുപാട് വർക്ക് ഇവിടെ ചെയ്യാണ്ടാവും. ഇവിടെ ഒരു ഗാർഡൻ ചെയ്യാണ്ടാവും അല്ലേ? വാട്ടർഫാൾ ഉണ്ടാവും അല്ലേ? അത് ചെയ്യാണ്ട് അല്ല ഇവിടെ തന്നെ ഇപ്പോൾ ഇതിനിപ്പോൾ ഇനി ഒരു ഇരിപ്പല്ലേ വരും അവിടെ? ഇതേപോലത്തെ ഒരു ഇരിപ്പ് ഇവിടെ ഇങ്ങനെ വരും അല്ലേ? ചുറ്റുഭാഗം വരും. ഇതിപ്പോൾ ഒരുപാട് പൊന്തിയിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കൊട്ടത്തളം ഒരു തളം പോലെ ഇവിടെ കുറച്ച് പ്രത്യേക പൂക്കളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ചെടികളൊക്കെ വെച്ച് ഇതിനോട് അനുബന്ധിച്ച് വരും. പിന്നെ അതുപോലെ ഇവിടെയൊക്കെ ഗാർഡൻ ഇതൊക്കെ വരും, അവിടെയൊക്കെ വരും അല്ലേ? എല്ലാം കൂടി വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഷോ വരിക. നടന്നിട്ട് വരുമ്പോൾ എല്ലാവരും ശ്രദ്ധ ഇതിലേക്കാവും. ഇതിപ്പോൾ ഒരു പൂക്കൊട്ടയാണല്ലോ. അപ്പോൾ അതിൽ പൂക്കൾ ആർട്ടിഫിഷ്യൽ പൂ വരുമോ? അതെങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി മുതലാളി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തിട്ട് ഡ്രൈ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തിട്ട് അതിന് പൂക്കൾ വിരിഞ്ഞ് ഇങ്ങോട്ട് നിൽക്കുന്ന രീതിയിൽ, അതായത് പൂ നിറഞ്ഞു നിൽക്കണ ഒരു കൊട്ടയാവും അല്ലേ? അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അടിപൊളിയാവും. ഫുള്ള് പണി കഴിഞ്ഞാൽ ഇതിനിപ്പോൾ പെയിന്റിംഗ് ഒക്കെ എങ്ങനെ നമ്മളൊരു ഏത് കളറിലാണ്? പെയിന്റ് ഒക്കെ നമ്മൾ ചൂരൽ കൊട്ട മുടഞ്ഞ് അതിനാണുള്ളത് അധികം ഉണ്ടാവില്ല. ചൂരൽ കൊട്ടന്റെ ഫീൽ ആക്കണം. ഷെയ്ഡിങ് വർക്കൊക്കെ ചെയ്യണം. ഇവിടെ ഡാർക്ക് വരുന്നിടത്ത് ഡാർക്കും ലൈറ്റ് വരുന്നിടത്ത് ലൈറ്റ് ഇട്ടിട്ട് ഷെയ്ഡ് ചെയ്തിട്ട് ആണ്. സാധാ പെയിന്റിംഗ് വർക്കല്ല, സാധാ പെയിന്റർമാർക്ക് ചെയ്യാൻ കഴിയണ പണിയല്ല. ഇത് ഒരു കലാപരമായിട്ട് തന്നെയാണ് അതിന്റെ പെയിന്റിംഗ് വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ പെയിന്റ് അടിച്ചു വെച്ച ഫീൽ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് പറഞ്ഞാൽ ഷെയ്ഡ് ചെയ്താൽ ഇതിന്റെ ഒരു കൊട്ട മടഞ്ഞ് ആ ഫീൽ കിട്ടണമെങ്കിൽ ഡാർക്കും ഷെയ്ഡും കറക്റ്റായിട്ട് ചെയ്യണം. എല്ലാ സ്ഥലത്തും പെയിന്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്യണം അല്ലേ? അല്ലാതെ ഒരേ കളറാണ് അടിച്ചില്ല. ഇതിപ്പോൾ ആദ്യം പ്രൈമർ അടിക്കണ്ടേ? പ്രൈമർ അടിക്കണം, പെയിന്റ് ചെയ്യണം, പിന്നെ അതിന്റെ മുകളിൽ ഗ്ലേസിംഗ് ഇട്ടാൽ ക്ലിയറും ചെയ്യണം അല്ലേ? ക്ലിയർ ചെയ്താൽ പിന്നെ ഇത് കേട് ആ പെയിന്റ് പോവില്ല. കാലാവസ്ഥ അതിജീവിക്കണം. നമ്മളെ ഇതുപോലത്തെ സ്റ്റോൺ ലാക്ക് പോലത്തെ വാട്ടർ ബേസ് ആയിട്ടുള്ള ക്ലിയർ ആവില്ല അടിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതവിടെ കാലാകാലം കേട് വരാതെ വെയിലും മഴയൊക്കെ കൊണ്ടാലും കേട് വരാത്ത രീതിയിൽ നിൽക്കും. ഇതൊക്കെ കരമ്പല്ല, ചെറിയ ചെറിയ കരമ്പുകൾ കാര്യങ്ങളൊക്കെ ഒരു ഫീൽ ഉണ്ടാക്കണം അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. അതിന്റെ ടച്ചിങ് വർക്കും കൂടെ ഒരു വർക്ക് നടന്നുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമുണ്ട്. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് കയറി വരുമ്പോൾ തന്നെ ഒരു ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്.
അപ്പോൾ ആ രീതിയിൽ നല്ലൊരു വർക്ക്. അതിൻ്റെ വലുപ്പം ഭാഗമാണ് കിണർ. ഈ ഒരു വലുപ്പമുള്ള കിണറിന് വലുപ്പമുള്ള കിണറിന് ഇത് നല്ല സൂട്ടാണ്. ഇതിന് വലിയ കിണറാകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അത് ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടാണ്. പിന്നെ ചെയ്താലും നമുക്ക് വേണ്ടത്ര ആ ഫീൽ വരുത്താൻ കഴിയില്ല. ചെറിയ കിണറാണെങ്കിലും ഇതിലും ചെറുതാണെങ്കിലും രസം ഉണ്ടാവും. നല്ല ചെറുതാണെങ്കിൽ രസം ഉണ്ടാവുക. അത് ഇതിന്റെ മടച്ചിലൊക്കെ ചെറുതാക്കണം അല്ലേ? അപ്പോൾ അത്ര ഇതിന്റെ മടച്ചിലും അതൊക്കെ ചെറുതാകുമ്പോൾ അത് രസം ഉണ്ടാവും അല്ലേ? വലുതാകുമ്പോഴാണ് പ്രശ്നം. വലുതായി പോകുമ്പോഴാണ് പിന്നെ അതിന് മാറ്റണം. അതിന്റെ വലുപ്പമൊക്കെ മാറ്റണം. അപ്പോൾ നിങ്ങളെ കോൺടാക്ട് നമ്പർ ഞാൻ വെക്കട്ടോ. ഓക്കെ. അപ്പോൾ ഇതുപോലത്തെ വർക്കുകളൊക്കെ ആരും ആവശ്യപ്പെട്ടില്ല. നമ്മൾ ഒരുപാട് ചോദിക്കലുണ്ട്, ഒരുപാട് ആൾക്ക്. ഒരു കാലത്ത് ഇത് ഭയങ്കര ട്രെൻഡാണ്, എല്ലാവരും ചെയ്തിരുന്നത്. ഇപ്പം ഇത് നല്ല താല്പര്യമുള്ളവരാണ് ഇത് ഇപ്പോൾ ചെയ്യണത്. ഇപ്പോഴും ചെയ്യണ്ടല്ലോ, ഇപ്പോഴും ചെയ്യും. പിന്നെ വ്യത്യസ്തമായ മോഡലുകളൊക്കെ പിക്ചർ തന്നാൽ കിണറിൽ തന്നെ ഒരുപാട് മോഡൽ പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട്. അതേമാതിരി വർക്കുകൾ നമ്മളും ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ അതുപോലുള്ളൊരു അടിപൊളി വർക്ക് രാമനട്ടർ ഐക്യപ്പെടി. നിങ്ങളെവിടെ എവിടെയാണ് ശരിക്കും? ഞാൻ പറമ്പിപ്പീടിയാണ് കേട്ടോ. പറമ്പിപ്പീടിയാണ്, മലപ്പുറം ജില്ലയാണ്. ഇതൊക്കെ ഇത് കോഴിക്കോട് ജില്ലയാണ്. ഞാനും മൂപ്പരൊക്കെ മലപ്പുറം ജില്ലയിലാണ്. ഞങ്ങളൊക്കെ ബോർഡറിലാണ്. മലപ്പുറം കോഴിക്കോട് ബോർഡറിലാണ് ഞങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു വർക്ക് കാണിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അടുത്തൊരു വീഡിയോയിൽ വരാം. ബൈ.